സിംഹവും പശുക്കളും. ഒരിടത്ത് ഉറ്റ മിത്രങ്ങളായ 4 പശുക്കൾ ഉണ്ടായിരുന്നു. എപ്പോഴും അവർ ഒന്നിച്ചായിരിക്കും. ഊണിലും ഉറക്കത്തിലും എല്ലാം ഒന്നിച്ച്. അതുകൊണ്ട് ശത്രുക്കൾക്ക് അവരെ ആക്രമിക്കാൻ വളരെ പ്രയാസമായിരുന്നു. സിംഹം കൊന്നു തിന്നിട്ട് ബാക്കി വയ്ക്കുന്ന ഭക്ഷണം മാത്രം തിന്നു കഴിഞ്ഞിരുന്ന ഒരു കുറുക്കൻ വിശന്നു വലഞ്ഞിരിക്കുകയായിരുന്നു. ഇവന്മാരുടെ ഒരുമയ്ക്ക് എങ്ങനെയെങ്കിലും ഭംഗം വരുത്തണം. അതിനായി അവൻ ഓരോ പശുക്കളെയായി തനിച്ചു കൂട്ടിക്കൊണ്ടുപോയി അവരോട് പറഞ്ഞു, കൂട്ടുകാരോ, നിന്റെ 3 സുഹൃത്തുക്കളും നിന്നെ തനിച്ചാക്കി വേറൊരു മേച്ചിൽപ്പുറത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക. പിന്നെ നീ ഒറ്റയ്ക്കാകും. നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ ഞാൻ പറയുന്നത്. ഇത് കേട്ട ഓരോ പശുവിനും ദേഷ്യം കൂട്ടി. അതെയോ, അവരവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ എത്തും എന്ന് പറഞ്ഞ് ഓരോ പശുവും മറ്റു പശുക്കൾ അറിയാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഈ സന്ദർഭത്തിനായി ഗുഹയിൽ കാത്തിരുന്ന സിംഹം പശുക്കളെ കൊന്നു തിന്നു. കുറുക്കനും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഐകമത്യം മഹാബലം. വൃത്തികെട്ട മരം. ഒരു വലിയ കാടുണ്ടായിരുന്നു. അവിടെ ധാരാളം വൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. മാവ്, തേക്ക്, ഓക്ക്, ശീശാം, വേപ്പ്, അരയാൽ മരം എന്നിങ്ങനെയുള്ള ധാരാളം മരങ്ങൾ. അവയിലൊന്നിന് ഒരു അഗോചരമായ വൃക്ഷകാണ്ഡം ഉണ്ടായിരുന്നു. മറ്റുള്ള മരങ്ങൾക്കിടയിൽ അതുമാത്രം ഒരു വൃത്തികെട്ട രൂപത്തിൽ നിന്നിരുന്നു. ആ പാവം മരം വിചാരിച്ചു, എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? എനിക്കെന്താ മറ്റുള്ളവരെ പോലെ സൗന്ദര്യമില്ലാഞ്ഞത്? ഒരു ദിവസം ഒരു മരം വെട്ടുകാരൻ കാട്ടിലേക്ക് വന്നു. അയാൾ ആ വളഞ്ഞു നിൽക്കുന്ന വൃത്തികെട്ട മരം കണ്ടിട്ട് ഇങ്ങനെ വിചാരിച്ചു, ഈ വൃത്തികെട്ട മരത്തിന്റെ തടി കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല. മറ്റു മരങ്ങളുടെ തടി എടുക്കാം. അതുകൊണ്ട് അയാൾ അതിനെ ഒഴികെ മറ്റെല്ലാ മരങ്ങളെയും വെട്ടി. ദൈവം എല്ലാം നന്മയ്ക്കാണ് ചെയ്യുന്നത്. എന്റെ ഈ വിരൂപം എന്റെ ജീവൻ രക്ഷിച്ചു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നാം ദൈവത്തെ പഴിക്കരുത്. അതിനു പിന്നിൽ എപ്പോഴും ഒരു ഉദ്ദേശമുണ്ടായിരിക്കും. എല്ലാം നന്മയ്ക്കായിരിക്കും. 2 ഭിക്ഷക്കാർ. മോഹനും സോഹനും 2 ഭിക്ഷക്കാരായിരുന്നു. അവർ ക്ഷേത്ര പരിസരത്തിരുന്നുകൊണ്ട് ഭക്ഷണവും പൈസയും ഭിക്ഷയെടുക്കുമായിരുന്നു. മോഹൻ ഒരു അന്ധനായിരുന്നു. സോഹൻ ഒരു മുടന്തനുമായിരുന്നു. ഒരു ദിവസം ഒരു ധനികൻ അവരുടെ പക്കൽ വന്നു പറഞ്ഞു, കൂട്ടുകാരെ, എന്റെ വീട്ടിൽ ഒരു വലിയ സദ്യ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് അതിൽ പങ്കെടുത്താൽ എനിക്ക് വളരെ സന്തോഷമാകും. മോഹൻ സോഹനോട് പറഞ്ഞു, ഞാൻ നിന്നെ ചുമന്നുകൊണ്ട് പോകാം. നീ എനിക്ക് വഴി പറഞ്ഞു തന്നാ മതി. സോഹൻ സമ്മതിച്ചു. അങ്ങനെ മോഹൻ സോഹനെയും ചുമന്നുകൊണ്ട് ധനികന്റെ വീട്ടിലേക്ക് പോയി സന്തോഷത്തോടെ സദ്യയുണ്ടു. 2 പേർക്കും വളരെ സന്തോഷമായി. എല്ലാവരും പരസ്പരം സഹായിക്കണം. ബുദ്ധിമാനായ കഴുത. ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു സിംഹം ദാഹം ശമിപ്പിക്കാനായി ഒരു നദിക്കരയിൽ ചെന്നു. ഒരു കഴുത നദിയുടെ അക്കരെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തിനായി ആ കഴുതയെ പിടിക്കാൻ സിംഹം ഗൂഢാലോചന നടത്തി. കഴുതേ, നദിയുടെ അക്കരെ കുതിരകൾ ഏതെങ്കിലും ഉണ്ടോ? എനിക്കവരുടെ പാട്ട് കേട്ടാൽ കൊള്ളാമായിരുന്നു. അത് പറഞ്ഞു, അതിനെന്താ, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാലോ. അത് കണ്ണുകളടച്ച് പാടാൻ തുടങ്ങി. ഉടൻ തന്നെ സിംഹം കഴുതയെ പിടിച്ചു. പക്ഷേ അത് ബുദ്ധിയുള്ള ഒരു കഴുതയായിരുന്നു. അത് പറഞ്ഞു, സിംഹരാജാവേ, ഞാൻ നിങ്ങളുടെ ഉച്ചഭക്ഷണമാകാൻ തയ്യാറാ. പക്ഷേ നല്ല ശക്തിശാലികളായ സിംഹങ്ങളൊക്കെ ഭക്ഷണത്തിനു മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ കഴിക്കാറുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സിംഹം താൻ ശക്തിശാലിയാണെന്ന് കാണിക്കാനായി കണ്ണുകളടച്ച് കുറെ നേരം പ്രാർത്ഥിച്ചു. തക്ക സമയം നോക്കി കഴുത ഓടി രക്ഷപ്പെട്ടു. ബുദ്ധിസാമർഥ്യം ജീവൻ രക്ഷിക്കും. കുറുനരിയും കാക്കയും. ഒരു കുറുനരി വല്ലാതെ വിശന്നിരിക്കുകയായിരുന്നു. അവൻ ഭക്ഷണത്തിനു വേണ്ടി 4 പാടും തേടി നോക്കി. ഒരു കാക്ക വായിലൊരു റൊട്ടി കഷ്ണവുമായി ഇരിക്കുന്നത് അവൻ കണ്ടു. കാക്കയുടെ പക്കൽ നിന്നും അത് തട്ടിയെടുക്കാൻ അവൻ തീരുമാനിച്ചു. അവനൊരാശയം തോന്നി. അവൻ കാക്കയെ നോക്കി പറഞ്ഞു, കാക്കേ കാക്കേ, നീ വളരെ സുന്ദരിയാ. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ?
നിന്റെ ശബ്ദം നല്ല മധുരമുള്ള ശബ്ദമാണെന്ന് എനിക്കറിയാം. കാക്കയ്ക്ക് വളരെ സന്തോഷമായി. അവൾ പാട്ടുപാടാനായി വായ തുറന്നു. പക്ഷേ റൊട്ടി കഷ്ണം വായിൽ നിന്ന് താഴെ വീണു. അപ്പോൾ കുറുനരി ആ റൊട്ടി കഷ്ണം എടുത്ത് തിന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. മറ്റുള്ളവർ പ്രശംസിക്കുന്നതിൽ മയങ്ങരുത്. അഭിനേതാവായ കാക്ക. ഒരിക്കൽ ഒരു കാക്ക ഒരു മനോഹരമായ മയിലിനെ കണ്ടു. അതിനും മയിലിനെ പോലെ സുന്ദരനാവണം എന്ന ആഗ്രഹം തോന്നി. അതിനായി കുറച്ച് മയിൽപീലികൾ ശേഖരിച്ച് തന്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചു. അതിനെ കണ്ടാൽ ഒരു കോമാളിയെ പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവ പറന്നുപോയി. അതിന്റെ കൂട്ടുകാരായിരുന്ന മറ്റു കാക്കകളൊക്കെ അവന്റെ കൂട്ടുകെട്ട് ഉപേക്ഷിച്ചു. ഇപ്പോഴാണ് കാക്കയ്ക്ക് താൻ ചെയ്ത വിഡ്ഢിത്തം മനസ്സിലായത്. അവൻ കൂട്ടുകാരുടെ സമീപം ചെന്നു പറഞ്ഞു, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നോട് ദയവായി ക്ഷമിക്കണം. വീണ്ടും നിങ്ങൾ എന്റെ കൂട്ടുകാരാവണം. എന്റെ വിഡ്ഢിത്തം എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും കാക്കയായതിൽ അതിയായ സന്തോഷമുണ്ട്. വഞ്ചകരുടെ പ്രശംസ ജയിക്കില്ല. സിംഹവും എലിയും. മിക്കി ഓടിച്ചാടി തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് ഉറങ്ങിക്കിടന്നിരുന്ന ഒരു സിംഹത്തിന്റെ മേൽ വഴുതി വീണു. സിംഹത്തിന് വല്ലാതെ ദേഷ്യം പിടിച്ചു. നിന്നെ ഞാൻ തിന്നും എന്ന് പറഞ്ഞു. അപ്പോൾ മിക്കി പറഞ്ഞു, സിംഹമാവ, ഇത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ശല്യം ചെയ്യില്ല. മാത്രമല്ല, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ തീർച്ചയായും ഞാൻ ചെയ്യാം. ആ കൊച്ചു ജീവിയെ കണ്ട് സിംഹരാജാവിന് ദയ തോന്നി. അതിനെ വിട്ടയച്ചിട്ട് ചിന്തിച്ചു, ഇവരെന്നെ എന്തു സഹായിക്കാനാ? കുറെ ദിവസങ്ങൾക്ക് ശേഷം സിംഹം ഒരു വേടന്റെ വലയിൽ കുടുങ്ങി. പെട്ടെന്ന് മിക്കി തന്റെ പല്ലുകൾ ഉപയോഗിച്ച് വല വലിച്ചു കീറി സിംഹത്തെ രക്ഷിച്ചു. ആരുടെയും രൂപം കണ്ട് എത്തരക്കാരനാണെന്ന് നിശ്ചയിക്കരുത്. ബുദ്ധിശാലിയായ തൊപ്പിക്കച്ചവടക്കാരൻ. ഒരു ദിവസം ഒരു പാവപ്പെട്ട തൊപ്പിക്കച്ചവടക്കാരൻ ഒരു ചെറിയ ഗ്രാമത്തിൽ തൊപ്പി വിൽക്കുകയായിരുന്നു. ക്ഷീണിച്ച അവശനായ അയാൾ തന്റെ തൊപ്പി സഞ്ചി ഒരു മരത്തിനടിയിൽ വെച്ചിട്ട് നിഴലിൽ കിടന്നുറങ്ങി. അയാൾ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കുറെ കുരങ്ങന്മാർ താഴെ ഇറങ്ങി വന്ന് സഞ്ചിയിൽ നിന്ന് തൊപ്പികൾ ഓരോന്നായി എടുത്ത് അണിയാൻ തുടങ്ങി. അയാൾ ഉറങ്ങി എണീറ്റ് നോക്കിയപ്പോൾ കുരങ്ങന്മാർ തൊപ്പിയും ധരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അയ്യോ, ആ തൊപ്പികളൊക്കെ എന്റേതാ, അത് തിരിച്ചു തരൂ. കുരങ്ങന്മാർ അയാളെ നോക്കി ഗർജിച്ചു. അപ്പോൾ അയാൾക്കൊരാശയം തോന്നി. അയാൾ ഉടനെ തന്റെ തൊപ്പി ഊരി താഴെയിട്ടു. ഉടനെ കുരങ്ങന്മാരും അവരുടെ തലയിൽ നിന്നും തൊപ്പിയെടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. തൊപ്പി കച്ചവടക്കാരൻ തൊപ്പികളും എടുത്ത് സഞ്ചിയിലിട്ട് സന്തോഷത്തോടെ യാത്രയായി. സമയോചിതമായ ചിന്ത വിജയം നേടിത്തരും. കുറുക്കനും മുന്തിരിങ്ങയും. ഒരു ദിവസം ജാക്കി എന്ന കുറുക്കൻ മുന്തിരിത്തോട്ടത്തിൽ നടക്കുമ്പോൾ ധാരാളം മുന്തിരിങ്ങ തൂങ്ങിക്കിടക്കുന്നത് അവൻ കണ്ടു. അവന്റെ നാക്കിൽ നിന്ന് വെള്ളമൊലിക്കാൻ തുടങ്ങി. ഈ മുന്തിരിങ്ങയ്ക്ക് നല്ല മധുരമായിരിക്കും, ഇതെങ്ങനെയെങ്കിലും തിന്നണം എന്ന് പറഞ്ഞ് അവൻ മുന്തിരിങ്ങ പറിക്കാനായി ചാടി നോക്കി. പക്ഷേ അത് ഉയരത്തിലായിരുന്നതിനാൽ അവന് പറിക്കാൻ കഴിഞ്ഞില്ല. പിന്നെയും ചാടി നോക്കി. പക്ഷെ അവൻ താഴെ വീണ് മുറിവേറ്റത് മാത്രം മിച്ചം. പിന്നീട് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. അയ്യേ, ഈ മുന്തിരിങ്ങ പൊളിക്കും, എനിക്ക് വേണ്ട. ഓ, കൈ എത്താത്ത പഴം പുളിക്കും. 2 കാക്കകൾ. ഭോലു ഗോലു എന്ന 2 കാക്കകൾക്കിടയിൽ ആർക്കാണ് ശ്രേഷ്ഠത എന്നതിനെ ചൊല്ലി വാക്കുതർക്കമുണ്ടായി. ഭോലു പറഞ്ഞു, ഞാനാണ് നിന്നെക്കാളും ശ്രേഷ്ഠൻ, കാരണം ഞാനാ കാണാൻ വലിയവൻ. ഗോലു പറഞ്ഞു, അല്ല, ഞാനാണ് ശ്രേഷ്ഠൻ, കാരണം ഞാനാണ് നിന്നേക്കാൾ മൂത്തവൻ. ആരാണ് ശ്രേഷ്ഠൻ എന്നതിന് അവരൊരു വെല്ലുവിളിക്കായി തീരുമാനിച്ചു. ഒരു ബാഗ് മുഴുവനും എന്തെങ്കിലും നിറച്ച് അത് കൊക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ഉയരത്തിൽ പറക്കുന്നവനായിരിക്കും ശ്രേഷ്ഠൻ. ഗോലു ഒരു ദുഷ്ടനായ കാക്കയായിരുന്നു. അവൻ തന്റെ ബാഗിൽ പഞ്ഞിയും ഭോലുവിന്റെ ബാഗിൽ ഉപ്പും നിറച്ചു.
എന്നിട്ട് രണ്ട് കാക്കകളും പറന്നുയർന്നു. പെട്ടെന്ന് ഗോലു ഭോലുവിനേക്കാൾ ഉയരത്തിൽ പറക്കാൻ തുടങ്ങി. കാരണം അവന്റേത് ഭാരക്കുറവുള്ള പഞ്ഞിയാണല്ലോ. പക്ഷേ കൂടുതൽ ഭാരമുള്ളതിനാൽ ഭോലുവിന് കൂടുതൽ ഉയരത്തിലേക്ക് പറക്കാൻ കഴിഞ്ഞില്ല. അവർ പറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. പഞ്ഞിയാകെ മഴവെള്ളത്തിൽ കുതിർന്ന് ഭാരക്കൂടുതൽ തോന്നാൻ തുടങ്ങി. അതേസമയം ഉപ്പ് മുഴുവനും അലിയാൻ തുടങ്ങി. ഭോലുവിന് ഭാരക്കുറവും അനുഭവപ്പെട്ടു. ഇപ്പോൾ ഭോലുവിനേക്കാൾ ഉയരെ പറന്നുയർന്നു. അങ്ങനെ മത്സരത്തിൽ ഭോലു ജയിച്ചു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. കുരങ്ങന്റെ ന്യായം. ഒരു ദിവസം രണ്ട് പൂച്ചകൾ ഒരു കഷ്ണം ബ്രെഡ് കണ്ടു. അതിലൊരെണ്ണം വേഗം ചാടി വീണ് അതെടുത്തു. മറ്റൊന്ന് അത് അവളിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. ഇത് എനിക്ക് കിട്ടിയ ബ്രെഡാ. ഇത് ഞാൻ ആദ്യം എടുത്തത്, അതുകൊണ്ട് എന്റേതാ. പക്ഷെ ഞാനാ ഇത് ആദ്യം കണ്ടത്, അതുകൊണ്ട് ഇത് എന്റെയാ. ഇവരുടെ വാഗ്വാദം കേട്ട് ഒരു കുരങ്ങൻ അവിടെ വന്നു. പൂച്ചകൾ അതിനോട് ഈ വഴക്കിന് ന്യായം പറയാൻ അപേക്ഷിച്ചു. കുരങ്ങനും അതിന് സമ്മതിച്ചു. ആ ബ്രെഡ് കഷ്ണം ഇങ്ങോട്ട് തരൂ. അത് വാങ്ങിച്ച് കുരങ്ങൻ രണ്ട് സമഭാഗങ്ങളായി അതിനെ വിഭജിച്ചു. എന്നിട്ട് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഈ രണ്ട് ഭാഗങ്ങളും തുല്യമല്ല, ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് അത് വലിയ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ കഷ്ണം തിന്നു. പിന്നെയും ഭാഗങ്ങൾ രണ്ടും തുല്യമായില്ല. അതുകൊണ്ട് അതിൽ നിന്നും കുറച്ച് തിന്നു. ബ്രെഡ് രണ്ട് ചെറിയ തുണ്ടുകളാവുന്നതുവരെ ഇത് തുടർന്നു. ഇത്രയും ചെറിയ ബ്രെഡ് കഷ്ണങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ തരിക? നിങ്ങൾ എങ്ങനെ തിന്നും? പാവം പൂച്ചകൾക്ക് അപ്പോഴാണ് സത്യം പിടികിട്ടിയത്. രണ്ടുപേർ തമ്മിൽ വഴക്കു കൂടുമ്പോൾ മൂന്നാമതൊരാൾക്കായിരിക്കും അതിന്റെ ലാഭം. നാട്ടുകാർ തമ്മിൽ തല്ലിയാൽ ശത്രുവിന് ആഘോഷം. രണ്ട് മൂഢരായ ആടുകൾ. ഗോപുവും രാമുവും രണ്ടാട്ടിൻകുട്ടികളായിരുന്നു. രണ്ടുപേരും ഒരു പാലം കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ പാലത്തിന്റെ മധ്യത്തിൽ വെച്ച് കണ്ടുമുട്ടി. ആ പാലം വളരെ ഇടുങ്ങിയതായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ സ്ഥലമില്ല. രണ്ടുപേർക്കും താൻ ആദ്യം പാലം കടക്കണം എന്ന ദുർവാശി. അതുകൊണ്ട് അവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും വെള്ളത്തിൽ വീണ് മുങ്ങിപ്പോകുന്നതുവരെ അവർ വഴക്ക് കൂടിക്കൊണ്ടേയിരുന്നു. വിട്ടുവീഴ്ച മനോഭാവം എല്ലാവർക്കും നന്മ തരും. ബുദ്ധിയുള്ള കാക്ക. ചിന്റു ഒരു ബുദ്ധിയുള്ള കാക്കയായിരുന്നു. അവൻ ഇര തേടി വീട്ടിൽ നിന്ന് പറന്നു. അതൊരു നല്ല വേനൽക്കാലമായിരുന്നു. എനിക്ക് വല്ലാതായിക്കുന്നല്ലോ. അവൻ പറഞ്ഞു. എന്നിട്ട് വെള്ളം അന്വേഷിക്കാൻ തുടങ്ങി. എല്ലായിടവും തേടി നോക്കിയിട്ടും എവിടെയും വെള്ളം കണ്ടില്ല. ഒടുവിൽ അവനൊരു കുടം കണ്ടു. അതിൽ വളരെ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അതവന് കുടിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച കാക്ക, എനിക്കൊരാശയം തോന്നുന്നു. അവൻ കുറച്ച് കല്ലുകൾ പെറുക്കിയെടുത്തുകൊണ്ട് വന്ന് അവ ഓരോന്നോരോന്നായി ആ കുടത്തിലേക്ക് ഇട്ടു. അതിലെ വെള്ളം മുകളിലേക്ക് ഉയർന്നു വന്നു. കാക്ക വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച കാക്ക സന്തോഷത്തോടെ പറന്നുപോയി. അധ്വാനിക്കുന്നവൻ ഫലമനുഭവിക്കും. ആമയും മുയലും. ഒരു ദിവസം ആമയും മുയലും ഒരു ഓട്ടപ്പന്തയത്തിന് തയ്യാറായി. എല്ലാ മൃഗങ്ങളും ഈ ഓട്ടപ്പന്തയം കാണാൻ ഒരുമിച്ചു കൂടി. കുരങ്ങൻ വെടി പൊട്ടിച്ചപ്പോൾ രണ്ടുപേരും ഓടാൻ തുടങ്ങി. മുയൽ വളരെ വേഗതയിലോടി. പക്ഷെ പെട്ടെന്ന് ആമ വളരെ പിന്നിലായി. എന്തായാലും ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാ. അതുകൊണ്ട് ആമ വരുന്നതിനുള്ളില് ഒരു ചെറിയ ഉറക്കം ഉറങ്ങിക്കളയാ എന്നു പറഞ്ഞ് മുയൽ അടുത്തുള്ള ഒരു പുൽത്തകിടിയിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ആമ മെല്ലെ മെല്ലെ നടന്ന് മുയലിനെ കടന്നുപോയി. മുയൽ എണീറ്റ് നോക്കുമ്പോൾ ആമ വിന്നിംഗ് പോസ്റ്റിൽ വിജയിയായി നിൽക്കുന്നതാണ് കണ്ടത്.
ക്ഷമയുണ്ടെങ്കിൽ എന്തും നേടാൻ സാധിക്കും. അത്യാഗ്രഹിയായ പട്ടിക്കുഞ്ഞ്. റോജർ ഒരു കുസൃതിയായ പട്ടിക്കുഞ്ഞായിരുന്നു. അവൻ എല്ലിൻ കഷ്ണങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരെല്ലിൻ കഷ്ണം കിടക്കുന്നത് അവൻ കണ്ടു. അവനത് എടുത്തിട്ട് പറഞ്ഞു, ഹേയ്, എനിക്കിഷ്ടമുള്ള ഭക്ഷണം കിട്ടി. അതും കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് അവൻ ഒരു പാലം കടക്കുകയായിരുന്നു. അവൻ താഴെ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ മറ്റൊരു പട്ടി വായിലൊരു എല്ലിൻ കഷ്ണവുമായി നിൽക്കുന്നത് അവൻ കണ്ടു. റോജർ ഭയങ്കര അത്യാഗ്രഹിയായിരുന്നു. അമ്പടാ, മറ്റൊരു എല്ലിൻ കഷ്ണവും കൊണ്ട് മറ്റൊരു പട്ടി. അതെങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്നും കൈക്കലാക്കണം. അവൻ ആ പട്ടിയെ നോക്കി കുരച്ച് പേടിപ്പിച്ച് എല്ലിൻ കഷ്ണം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുരയ്ക്കാനായി വായ തുറന്നപ്പോൾ ആ എല്ലിൻ കഷ്ണം അവന്റെ വായിൽ നിന്ന് നദിയിലേക്ക് വീണു. കാരണം അവൻ കണ്ടത് സ്വന്തം പ്രതിച്ഛായയായിരുന്നു. അത്യാഗ്രഹം പെരും ഛേദം.